എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സായിട്ടുള്ള ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് poly.admission.org എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ്സ് ടെക്നോളജി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പോളി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് FDGT എന്ന് പറഞ്ഞുകൊണ്ട് FDGT അഡ്മിഷൻ 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു FDGT ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗവൺമെൻറ് ഓഫ് കേരള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഡ്മിഷൻ ടു KGTE ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു അഡ്മിഷൻ്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളും സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. അതായത് 1 ടൈം രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത് ജൂൺ 27 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അതായത് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനും അതുപോലെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യാനുമുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 10/7/2025, അതായത് ജൂലൈ 10-ാം തീയതിയാണ്. 2025 ജൂലൈ 10-ാം തീയതിയാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച ശേഷം പിന്നീട് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റും അതുപോലെ താൽക്കാലിക റാങ്ക് ലിസ്റ്റും ജൂലൈ 14-നും പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വല്ല കറക്ഷൻസും ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജൂലൈ 17-ാം തീയതി വരെ ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. പിന്നീട് ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 22-നാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിനിങ് ചെയ്യാനും, അതായത് താൽക്കാലിക അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടാനുള്ള അവസരം ജൂലൈ 28-ാം തീയതി വരെയാണ്. ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 28-ാം തീയതി ആണ്. അത് ജൂലൈ 28-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ. ജൂലൈ 22 മുതൽ 28-ാം തീയതി വരെയാണ് അഡ്മിഷൻ നേടാൻ പറ്റുക. ജൂലൈ 28-നാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് 4-ാം തീയതി മുതൽ ഓഗസ്റ്റ് 8-ാം തീയതി വരെയാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നിലവിൽ നടത്തുന്നത്. അപ്പോൾ ആ ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി 1 ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് പറയാം. 1 ടൈം രജിസ്ട്രേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് പറയാം. ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ 1 ടൈം രജിസ്ട്രേഷനിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ഡീറ്റെയിൽസും ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നീട് ഈ ഒരു ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട്, അത് നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 1 ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ FDGT എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് അപേക്ഷകൻ SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിട്ടുണ്ടായിരിക്കണം. അപേക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന മൊബൈൽ നമ്പർ അപേക്ഷൻ്റേതായിരിക്കേണ്ടതും പ്രവേശന പ്രക്രിയ കഴിയുന്നതുവരെ ആ ഒരു നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതുമാണ്. 1 ടൈം രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കുമ്പോൾ മൊബൈൽ OTP വെരിഫിക്കേഷന് ശേഷം രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുവാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്രകാരം ഫീസ് അടക്കാൻ സാധിക്കാത്തവർക്ക് പിന്നീട് www.polyadmission.org/GIFT എന്ന അഡ്മിഷൻ പോർട്ടൽ ഹോം പേജിലെ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റ് ലിങ്ക് വഴി ഫീസ് അടക്കുവാനോ നിലവിൽ ഫീസ് അടച്ചതിൻ്റെ സ്ഥിതി പരിശോധിക്കാനോ സാധിക്കുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ തുടക്കത്തിൽ ലഭിക്കുന്ന GRN നമ്പർ വളരെ പ്രധാനപ്പെട്ടതും അപേക്ഷകർ നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ടതുമാണ്. ഫീസ് പേയ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും GRN നമ്പർ നിർബന്ധമാകുന്നു. 1 ടൈം രജിസ്ട്രേഷൻ, ഓൺലൈൻ അപേക്ഷ സമർപ്പണം, GIFT പ്രവേശനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് എല്ലാ GIFT അതുപോലെ FDGT സ്ഥാപനങ്ങളിലെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അധ്യാപകരുടെ മൊബൈൽ നമ്പറുകൾ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പറുകൾ അഡ്മിഷൻ പോർട്ടലിലെ കോൺടാക്റ്റ് അസ് എന്ന ലിങ്കിൽ ലഭിക്കുന്നതാണ്. അതായത് ഈ ഒരു പേജിൽ കോൺടാക്റ്റ് അസ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ സംസ്ഥാനത്തെ GIFT FDGT സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷാ സമർപ്പണത്തിന് പ്രത്യേക ഫീസ് നൽകേണ്ടതില്ല. 1 ടൈം രജിസ്ട്രേഷൻ GIFT FDGT സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ്. രജിസ്ട്രേഷൻ ഫീസ് അടച്ച് പൂർത്തിയാക്കിയ ശേഷം അതിനുശേഷം മാത്രമാണ് ഈ ഒരു വിവിധ GIFT FDGT സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇതിൽ നൽകുന്ന മൊബൈൽ നമ്പർ നിങ്ങളുടേതായിരിക്കണം എന്നുള്ളത്
എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. കാരണം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിയുന്നതുവരെ അതിലേക്കാണ് OTPയും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതിനുശേഷം പ്രൊസീഡിയർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ എക്സാമിനേഷൻ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കതിൻ്റെ ഇനി പ്രോസ്പെക്ടസ് കൂടി നോക്കാം. ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. പിന്നീട് ഫീ പേയ്മെൻറ്റ് ഒക്കെ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം ക്യാൻഡിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ അതല്ലെങ്കിൽ OTP അല്ലെങ്കിൽ പാസ്വേഡ് ഇതിലേതാണോ അത് കൃത്യമായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ പ്രോസ്പെക്ടസ് പരിശോധിക്കാം. മലയാളത്തിൽ തന്നെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസ്പെക്ടസ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഇവിടെ അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എപ്പോഴാണ് എന്നുള്ളതൊക്കെ. അതായത് ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അതായത് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റും SBTE കേരളയും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി കോഴ്സിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും പ്രവേശനത്തിനുമുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും പ്രോസ്പെക്ടസ് പ്രതിപാദിക്കുന്നു. പ്രവേശനത്തിലുള്ള യോഗ്യതാ പരീക്ഷ ലഭിച്ച മാർക്കിൻ്റെ അല്ലെങ്കിൽ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് മുൻഗണന നൽകി തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് പ്രോഗ്രാം പ്രവേശനം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിലവിലുള്ള എല്ലാ സംവരണ മാനദണ്ഡങ്ങളും പ്രവേശനത്തിന് ബാധകമായിരിക്കും. അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അത് ആവശ്യമായി വരുന്ന പക്ഷം ബന്ധപ്പെട്ട അധികാരി നടത്തിയേക്കാവുന്ന പരിഷ്കാരങ്ങൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും ഒഴിവാക്കലുകൾക്കും ഈ ഒരു പ്രോസ്പെക്ടസ് വിധേയമായിരിക്കും. അതുപോലെ നിങ്ങൾ അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അതുപോലെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് GIFT സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ പരിശീലന കേന്ദ്രമാണ്. 2 വർഷ കാലാവധിയുള്ള ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി FDGT പ്രോഗ്രാമാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത്. വസ്ത്രനിർമ്മാണം, അലങ്കാരം, രൂപകൽപ്പന, വിപണനം എന്നീ മേഖലകളിലെ വിദഗ്ധരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനങ്ങളുടെ ഉദ്ദേശം. സംസ്ഥാനത്ത് ഇത്തരം 42 സർക്കാർ സ്ഥാപനങ്ങളാണുള്ളത്. കൂടാതെ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി പ്രോഗ്രാം നടത്തുവാനായിട്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരം ലഭിച്ച സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഇത്തരം പ്രോഗ്രാം നടത്താവുന്നതാണ്. സർക്കാർ സ്ഥാപനങ്ങളുടെ ഭരണപരമായിട്ടുള്ള അധികാരം ജില്ലാ പഞ്ചായത്തുകളിൽ നിക്ഷിപ്തമാണ്. പ്രോഗ്രാമിൻ്റെ 2025-26 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഇതിൽ പറയുന്നത്. പ്രോഗ്രാമും സ്ഥാപനങ്ങളും സീറ്റുകളും വസ്ത്ര രൂപകൽപ്പന, നിർമ്മാണം, അലങ്കാരം, വിപണനം എന്നിവ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്നതിന് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി ഉപകരിക്കുന്നു. പരമ്പരാഗത വസ്ത്രനിർമ്മാണ മേഖലയിൽ വൈദഗ്ധ്യം നേടുന്നതിനോടൊപ്പം കമ്പ്യൂട്ടർ അധിഷ്ഠിത ഫാഷൻ ഡിസൈനിങ്ങിലും പ്രാവീണ്യം നേടാൻ കഴിയുന്നതാണ്. കാലാകാലങ്ങളിലായിട്ട് ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന പുത്തൻ ട്രെൻഡുകളെ സ്വാംശീകരിക്കുന്നതിനും തനത് രീതിയിൽ വികസിപ്പിക്കുന്നതിനും പുനരാവിഷ്കരിക്കുന്നതിനും ഈ ഒരു പ്രോഗ്രാം ഉപകരിക്കുന്നു. സാധാരണയുള്ള വസ്ത്രനിർമ്മാണ പഠന രീതിയിൽ നിന്നും വ്യത്യസ്തമായി വസ്ത്ര രൂപകൽപ്പന, നിർമ്മാണം, അലങ്കാരം എന്നിവ ശാസ്ത്രീയമായ അവബോധം നൽകിക്കൊണ്ട് പ്രായോഗിക വൈദഗ്ധ്യത്തിന് പ്രാധാന്യം നൽകുന്നുവെന്നതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ സവിശേഷത ആയിട്ടുള്ളത്. വസ്ത്രനിർമ്മാണ മേഖലയിലെ പുതിയ മാറ്റങ്ങൾ കൂടി കണ്ടുകൊണ്ട് പരിഷ്കരിച്ച കരിക്കുലമാണ് 2017 മുതൽ നടപ്പിലാക്കി വരുന്നത്. 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ്, കമ്പ്യൂട്ടർ എയ്ഡഡ് ഫാഷൻ ഡിസൈനിങ്, വ്യക്തിത്വ മികവും ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ പരിശീലനം തുടങ്ങിയവയും ഈ ഒരു പ്രോഗ്രാമിനെ വ്യത്യസ്തമാക്കുന്നു. സംസ്ഥാനത്തെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങളുടെ വിലാസം, നിയന്ത്രണോദ്യോഗസ്ഥൻ്റെ പേര്, ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി പ്രോഗ്രാം നടത്തുവാനായിട്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് അംഗീകാരം ലഭിച്ച സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ അനുബന്ധം ഒന്ന് പട്ടിക കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകളും അപൂർണമായിട്ടുള്ള അപേക്ഷകളും റദ്ദ് ചെയ്യുന്നതാണ്. അതുപോലെ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കാലാവധി പ്രോഗ്രാമിന് 2 വർഷമാണ്. അതുപോലെ 1-2 വർഷങ്ങളിൽ കൺട്രോളർ ഓഫ് ടെക്സ്റ്റൈൽസ് എക്സാമിനേഷൻ പൊതു പരീക്ഷ നടത്തുന്നതാണ്. ഈ ഒരു 2 പൊതു പരീക്ഷകളും പാസ്സാകുന്നവർക്ക് കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അതായത് KG
FDE ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. സീറ്റുകളുടെ എണ്ണം ഒരു സ്ഥാപനത്തിൽ 24 സീറ്റുകളിലാണ് പ്രവേശനം നൽകുന്നതായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ളത് താഴെ വിവരിക്കുന്നു. അതായത് എറണാകുളം ജില്ലയിലെ തമ്മനം, ഞാറക്കൽ, തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, വടക്കാഞ്ചേരി GIFTകളിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ 2 ബാച്ചിന് അത് 48 സീറ്റ് പ്രവേശനം നൽകുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ GIFT നെടുമങ്ങാട് 2 ബാച്ച് 42 സീറ്റ് പ്രവേശനം നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ സീറ്റുകളുടെ സംവരണവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിവിധ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് റിസർവേഷൻസ് കാര്യങ്ങൾ എന്നൊക്കെ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ പ്രവേശനത്തിനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ഈ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണമെന്നാണ്. അതുപോലെ SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത പരീക്ഷ എഴുതി ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവർക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി എന്ന് പറയുന്നത് ഉയർന്ന പ്രായപരിധിയില്ല. യൂണിഫോം എന്ന് പറയുന്നത് ആൺകുട്ടികളാണെങ്കിൽ കറുപ്പ് കളർ പാൻസും ലാവണ്ടർ കളർ ഷർട്ടും, പെൺകുട്ടികളാണെങ്കിൽ കറുപ്പ് കളർ ഫോർമൽ പാൻസും ലാവണ്ടർ കളർ ഷർട്ടും കറുപ്പ് കളർ ഓവർ കോട്ടും അടങ്ങുന്ന യൂണിഫോമാണ് ധരിക്കേണ്ടത്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ പട്ടികജാതി, പട്ടികവർഗ, SC, BC, OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാരിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രീതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക. ഇനി ഫീസ്, സർക്കാർ സ്ഥാപനങ്ങളിലെ ഫീസ് പറഞ്ഞിട്ടുണ്ട്. ഫീസ് എന്ന് പറയുന്നത് പ്രവേശന ഫീസ് 145, സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് 220, റവന്യൂ വിഭാഗം ഫീസ് 145, PD വിഭാഗം 75, അതുപോലെ കരുതൽ നിക്ഷേപം 300. ഇത്രയാണ് ഫീസ് വരിക. ഇനി നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി പ്രോഗ്രാം നടത്തുവാനായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരം ലഭിച്ച സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഫീസ്, പ്രവേശന ഫീസ് 125 രൂപ, ട്യൂഷൻ ഫീസ് വർഷം തോറും 15,000 രൂപ, പെർമനൻ്റ് പരീക്ഷ രജിസ്ട്രേഷൻ ഫീസ് 275 രൂപ. ഇതാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ പ്രവേശനം സംബന്ധിച്ചുള്ള അതായത് മുഴുവൻ വിവരങ്ങളും ഈ ഒരു പോളി വെബ്സൈറ്റിലെ GIFT ആ ഒരു ലിങ്കിലാണ് വരിക. അതുപോലെ തന്നെ സ്ഥാപനത്തിലെ നോട്ടീസ് ബോർഡിലും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപേക്ഷകർക്ക് പ്രത്യേക അറിയിപ്പ് നൽകുന്നതല്ല. അപൂർണമായിട്ടുള്ള അപേക്ഷകൾക്ക് യാതൊരു മുന്നറിയിപ്പും കൂടാതെ തന്നെ നിരസിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഈ ഒരു കോഴ്സ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് ഇവിടെ കാണാൻ പറ്റും ലിസ്റ്റ് ഓഫ് GIFT സെൻറ്റേഴ്സ് ആൻഡ് പ്രൈവറ്റ് FDGT സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ജില്ലയിലും ഏതൊക്കെ ആ ഒരു സ്കൂളുകളാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഏകദേശം അതായത് 7 എണ്ണമുണ്ട്. അതുപോലെ തന്നെ ഇനി ഓരോ ജില്ലയിലും ഇതേ രീതിയിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്ത് ഇങ്ങനെ സെൻറ്റർ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ സെൻറ്റർ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് അല്ലാതെ അതായത് പ്രൈവറ്റ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ പ്രത്യേകിച്ച് ഫീസ് കുറവായിരിക്കും. അതായത് ഇവിടെ പ്രൈവറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതായത് ടെക്നോളജി സെൻറ്റർ അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിവിധ സെൻറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഗവൺമെൻറ് അതുപോലെ തന്നെ ഏതൊക്കെയാണ് പ്രൈവറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് അതായത് ആദ്യം കൊടുത്തിട്ടുള്ളതൊക്കെ അത് ഗവൺമെൻറ്റിന് കീഴിൽ വരുന്നതാണ്. അതായത് ഏകദേശം 42 എണ്ണം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ FDGT സെൻറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ FDGT സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൈവറ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ഫീസ് നേരത്തെ പറഞ്ഞതുപോലെ വർഷം തോറും 15,000 രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. നേരത്തെ ഉള്ള ആദ്യത്തെ ആ ഒരു 42 സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് ഫീസ് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.